അപ്പൊ പോവാല്ലേ? ഓക്കെ. എടപ്പിള്ളി സ്റ്റോപ്പിലിട്ടാ. ബാക്കി വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ ആലുവയിൽ ഇറക്കാം. ഹലോ എവരിവൺ, വെൽക്കം ടു ദ ഷോ. കുറെ കാലങ്ങൾക്ക് ശേഷം നമ്മൾ കാണണം, അറിയണം, വിശേഷങ്ങൾ കേൾക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന ഒരു താരമാണ് എന്റെ കൂടെ ഉള്ളത്. ഹെൽമെറ്റ് ഒന്ന് എടുക്ക്. ഈ ഫോട്ടോയിൽ കാണുന്ന ആളിന്റെ മുഖമാണോ നോക്കട്ടെ. ഇത് ഞാനല്ലേ? ലെറ്റ്സ് വെൽക്കം ഗായത്രി സുരേഷ്. വെൽക്കം ടു ദ ഷോ. താങ്ക് യു വീണ. എന്റെ പ്രേമ ബാലനല്ലേ കരളെ, എന്റെ ചക്ര മോളലടി. ഗായത്രിയെ കുറിച്ച് പെട്ടെന്ന് ഒരു ആലോചന വന്നപ്പോഴാന്ന് പറയട്ടെ, ഒരു തെലുഗു ഒരു സാരി എടുത്ത ഒരു ഫൈറ്റ് സീൻ കണ്ടു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എല്ലാവരുടെയും ഫോണിൽ അത് കിടന്ന് കറങ്ങുകയുമാണ്. ഫൈറ്റ് പഠിച്ചോ? വേണ്ടാട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഞാൻ കുറച്ച് പുറകോട്ട് റിവൈൻഡ് ചെയ്യട്ടെ. ഒരു സമയത്ത് എനിക്ക് പ്രണവ് മോഹൻലാലിനെ ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞതിന് ഏറ്റുവാങ്ങിയ ട്രോളുകൾ, വിമർശനങ്ങൾ ഒക്കെ അതിഭീകരമായിരുന്നു. ഫ്ലാഷ് ബാക്ക്. പ്രണവിനെ എനിക്ക് ഇഷ്ടാന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. എന്റെ പൊന്ന് ഭാഗ്യലക്ഷ്മി, നീ ഈ കാര്യം നാട് നീളെ പാട്ടും പാടി നടക്കുന്നത് എന്തിനാ? എനിക്ക് കല്യാണം കഴിക്കണം എന്നുള്ള അതും ഒരു അതൊരു ആഗ്രഹമാണ്. ഈ പ്രണവ് ഈ ട്രോളുകളെങ്കിലും പ്രണവ് അറിഞ്ഞിട്ടുണ്ടാവോ? എങ്ങനെയെങ്കിലും ഒരു പ്രണവിന്റെ കോൾ എന്തെങ്കിലും വന്നിട്ടുണ്ടോ അതിന് ശേഷം? ഇല്ലടോ, എനിക്ക് തോന്നുന്നില്ല. പ്രണവൊക്കെ എന്തൊക്കെ അങ്ങോർക്ക് ഇതിലൊന്നും അല്ല താല്പര്യം എന്നാണ് എനിക്ക് തോന്നുന്നു. മതി. ആ പ്രണവൊന്നും അല്ല ചോദിച്ചേ. ആ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഗായത്രി ഫുൾ ടൈം എന്നെ പോലെ, ഞാൻ ഫുൾ ടൈം എയറിലാണ്, അതുപോലെ ട്രോളുകളിലും എയറുകളിലുമായിരുന്ന ഒരാളാണ് ആ സമയത്ത്. പക്ഷെ വേദന ഉണ്ടായിരുന്നു അതോ? അതല്ലടോ, എനിക്ക് അറിയായിരുന്നു ഞാൻ ഐ ഡിസേർവ് ഓൾ ഓഫ് ദ ട്രോൾസ് എന്നുള്ളത് എവിടെയോ എന്റെ മനസ്സിൽ എനിക്ക് അറിയായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ കുറെയൊക്കെ ഓക്കെ ശരി, എന്താ പറയാ, ഐ ഡിസേർവ് ഇറ്റ്. നിന്റെ കയ്യിലല്ലേ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് ഇരിക്കുന്നത്, മനസ്സിലായില്ലേ? ഇൻസൾട്ടാണ് മുരളി ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ്. ഏത് തോറ്റവനെയും ജയിപ്പിക്കുന്ന ട്യൂഷൻ. ഇൻസൾട്ടഡ് ആയിട്ടുള്ളവനെ ലൈഫിൽ രക്ഷപ്പെട്ടിട്ടുണ്ട്. അതാ ഞാൻ പറഞ്ഞ എന്റെ ഏറ്റവും ലോവർ സെൽഫിലൂടെ കടന്നു പോണ സമയം. അപ്പൊ നമ്മൾ ഇതൊന്നും നമ്മൾ ആലോചിക്കില്ല, അങ്ങോട്ട് പാടുകയാണ്. ഇപ്പോഴും ഞാൻ അങ്ങനെ തെറ്റിച്ച് പാടാറുണ്ട് കേട്ടോ. അല്ല, വേറെ പാട്ടുകളൊക്കെ. അപ്പൊ ഇന്ന് പ്രോഗ്രാം നടക്കൂലല്ലേ? ഇല്ല, സംഗീതത്തെ കൊല്ലാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ പാടിയാ മതിയോ? നിങ്ങക്ക് പാടാൻ അറിയോ? അറിയൊന്നു. സംഗീതം പഠിക്കണം എന്നുള്ള മോഹമായി ഞാൻ ചെന്നുവിട്ടത് ഒരു സിംഹത്തിന്റെ മരല, ഉസ്താദ് അലവലാദി ഖാൻ. ഒടുവിൽ ഗുരുവിന്റെ അന്നാക്കിൽ ഒരു വീട് മണൽ വാരിയിട്ട് കാബേജ് രാഗത്തിൽ ഞാൻ കിച്ചു കിച്ചി. ഇപ്പോഴും ഞാൻ അങ്ങനെ തെറ്റിച്ച് പാടാറുണ്ട് കേട്ടോ. അല്ല, വേറെ പാട്ടുകളൊക്കെ. ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പാടാൻ പറ്റുന്ന മറ്റൊരു പാട്ട് ഏതായിരിക്കും? കുറച്ചൊക്കെ. അങ്ങനെയാണെങ്കിൽ ഒരു പാട്ട് പാടിയിട്ട് പോയാ മതി. അങ്ങനെ പറ ഡാഡി. പാടാൻ പാടാന്ന് പറയല്ലാതെ ഇതുവരെ ആന്റണി പാടിയിട്ടേ ഇല്ല. Come on ആന്റണി, പാടൂ. Come on man, Come on. Please, Anthony. പാടരുത്, പാടൂ പ്ലീസ്. പാടരുത് പ്ലീസ്. പാടൂന്നേ. പാടല്ലേ. പാടി. പാണിതാ രംഗ് വേക്ക് കേ പാണിതാ. എന്റെ ക്ലാസ് എവിടെ? 2-3 മലയാള സെന്റൻസുകൾ തമിഴിലേക്കോ തെലുങ്കിലേക്കോ ആക്കി തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ തെലുഗു മതി. ഓക്കെ ഓക്കെ ഓക്കെ, അറിയാവോ? പറയോ? പറയാം പറയാം. ആശാനെ അനുഗ്രഹിക്കണം. അറിയാവോ? പറയോ? പറയാം പറയാം. കറക്റ്റ് ആയിട്ട് തെലുഗു പഠിച്ച് നോക്കാം, പറയാൻ പറ്റും. മതിയടാ, നിന്റെ ഈ ഡയലോഗ് ഒന്നും ഇവിടെ വേണ്ട, അവിടെ മതി. പിന്നെ നീ ഒരു കച്ചറയാണെന്ന് അവർക്ക് മനസ്സിലാകരുത്. നല്ല സ്റ്റാൻഡേർഡ് വേണം. പേടിക്കണ്ട ആശാനെ. തെലുഗു പഠിച്ച് നോക്കാം, പറയാൻ പറ്റും. ആണ്.
ഈ ഇന്റർവ്യൂ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ എടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ആഗ്രഹം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ആണ് ഈ ഇന്റർവ്യൂ എനിക്ക് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെട്ടു. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇന്റർവ്യൂ എടുക്കണം എന്നുള്ളതാണ് എന്റെ ഒരു ఆగ్రహం. ఈ ఇంటర్వ్యూ నాకు చాలా చాలా నచ్చింది. ఈ ఇంటర్వ్యూ ബന്ധം കാണത്തെ ഇങ്ങനത്തെ ഇത് ഒരു ചാള ചായ ഇന്റർവ്യൂ അയ്യോ ഇടയ്ക്കിടയ്ക്ക് എനിക്കറിയില്ലടോ. ആണല്ലോ. പിന്നെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വേണ്ട ఈ ఇంటర్వ్యూ ఫ్రీక్వెంట్లీ తీసుకుందాం. അത് തന്നെ ഇപ്പൊ ടെക്നിക്ക് പിടികിട്ടി. എടോ എളുപ്പാണ് തെലുഗു. കുറെയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ മലയാളത്തിനെക്കാട്ടൊക്കെ എത്രയോ എളുപ്പാ. സിനിമയിലേക്ക് വരണം എന്നുള്ളതാണ് എന്റെ വരണം എന്നുള്ളതായിരുന്നു എന്റെ ഭയങ്കരമായ ആഗ്രഹം. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഇൻഡസ്ട്രിയിൽ പിടിച്ചു നിൽക്കും. సినిమాలోకి వెళ్తున్నాం అంత నా అదృష్టం. നീ എന്തൊക്കെയാ പറയുന്നത് നിനക്കറിയാമോ? നീ എന്തൊക്കെയാ പറയുന്നത് നിനക്കറിയോ? എനിക്കൊന്നും ആയില്ല. എനിക്കെല്ലാമായി തൃപ്തിയായി. വർക്കിച്ചേട്ടാ, നാളത്തെ പത്രത്തിന്റെ ഹെഡ്ലൈൻ കുറിച്ചോളൂ. പിടികിട്ടാ പുള്ളിയായ തൊരപ്പ കൊച്ചുണ്ണിയെ CID ബുസ പിടികൂടിയിരിക്കുന്നു. വർക്കിച്ച ഇതുകൂടി കുറിച്ചോ? അതിവിദഗ്ധമായ രീതിയിൽ തുരപ്പം കൊച്ചുണ്ണി CID മൂസയുടെ കയ്യിൽ നിന്ന് ഊരിപ്പോയെന്ന്. അവൻ ഇതിന്റെ ഉള്ളിൽ നിന്ന് ഊരിപ്പോയി. വിടരുത് അവനെ.